ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം കളിക്കുന്ന ചങ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മൾ നാട്ടിലിരുന്ന് നമ്മൾ ഫോണിലോ സിസ്റ്റത്തിലോ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പറയും ഇവർക്ക് വേറെ ഒരു പണിയുമില്ല, ഇവരെന്താണ് കാണിക്കുന്നത്, ആ സമയത്ത് വല്ലതും എടുത്ത് വെച്ച് പഠിച്ചുകൂടെ എന്നൊക്കെ കുറേ കമൻറ്റുകൾ നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഗെയിമിങ് കളിച്ച് നമുക്ക് നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മുടെ മാതാപിതാക്കൾക്ക് ആർക്കും തന്നെ അറിയത്തില്ല ഗൈസ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഒരു വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗെയിമേഴ്സിന് വേണ്ടിയുള്ള വിസയാണ് ഗെയിമേഴ്സ് വിസ. ഈ വിസ എന്ന് പറയുന്നത് ഗോൾഡൻ വിസ പോലെ തന്നെയാണ് ഗൈസ്. അതായത് 10 വർഷമാണ് ഈ വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഗോൾഡൻ വിസയ്ക്കും നമ്മൾ 10 വർഷമാണ് ഗവൺമെൻറ് വാലിഡിറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമേഴ്സ് വിസയ്ക്കും ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 10 വർഷമാണ്. ഇപ്പോൾ ഗവൺമെൻറ് 30,000 ഗെയിമേഴ്സ് വിസയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് ഫ്യൂച്ചറിൽ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വിസയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമേഴ്സ്, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പിന്നെ ഗെയിമിംഗ് ഡെവലപ്പേഴ്സ്, ഈ 3 കാറ്റഗറി പെടുന്ന ആൾക്കാർക്കാണ് ഈ ഗെയിമിംഗ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 2033 കൂടി തന്നെ ഏകദേശം $1 ബില്യൺ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗെയിമിംഗ് വിസ അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഈ ഗെയിമിംഗ് വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ dubai.culture.gov.ae എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതായത് ദുബായിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണത്. ആ വെബ്സൈറ്റ് കയറുക. അതിൻ്റെ അകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഗെയിമിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതും ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് dubai.culture.gov.com എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ദുബായ് കൾച്ചറിൻ്റെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റീവ് ആൻഡ് ടാലൻറ്റ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റീവ് ആൻഡ് ടാലൻറ്റ് അക്രഡിറ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കൾച്ചർ വിസ റിക്വസ്റ്റിംഗ് ഫോമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുൾ നെയിം, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് റെസിഡൻസ്, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, അങ്ങനെ പിന്നെ എമിറേറ്റ്സ് ID, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ, കറണ്ട് ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ കരിയർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ കരിയർ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അറ്റാച്ച്മെൻറ്റ് ആൻഡ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അതിൻ്റെ അകത്തും നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ്സും അതിൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അക്നോളജ്മെൻറ്റും കൂടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഗെയിമേഴ്സ് വിസയ്ക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് അപ്ലൈ ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് ഗെയിമിംഗ് വിസ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നാട്ടിൽ വെറുതെ ഗെയിമിംഗ് കളിച്ച് നടക്കുന്ന നിങ്ങളുടെ ചങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ട് ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.